ഹായ് ഫ്രണ്ട്സ്, എക്സൽ ഹെൽപ്മേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എക്സലിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോമുലകളിൽ ഒന്നായ ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീലുക്കപ്പ് ഫോമിൽ ഉപയോഗിച്ച് ഡേറ്റ ഫൈൻഡ് ചെയ്യാൻ കഴിയാത്ത പല ഡേറ്റ ടേബിളുകളിലും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ഫോമുലയാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ. ഫോമുലയും അതിൻ്റെ പ്രാക്ടിക്കൽ യൂസേജിനെ കുറിച്ചുമുള്ള വളരെ സിമ്പിളായിട്ടും ഡീറ്റെയിലുമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ വീലുക്കപ്പ് ഫോമിലെ പല ഡേറ്റ ടേബിളുകളിലും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡേറ്റ ടേബിളിൽ വീലുക്കപ്പ് ഫോമിൽ ഉപയോഗിച്ചാൽ ആ വീലുക്കപ്പ് ഫോമിലയുടെ ലുക്കപ്പ് വാല്യൂ ID നമ്പർ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡേറ്റ ടേബിളിലെ ഒരു റിസൾട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ലുക്കപ്പ് വാല്യൂവിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള പൊസിഷൻസിൽ മാത്രമേ വീലുക്കപ്പ് ഫോമുല വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് തന്നെയാണ് വീലുക്കപ്പ് ഫോമുലയുടെ ഏറ്റവും വലിയൊരു ഇൻഎഫിഷ്യൻസി എന്ന് പറയാവുന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ കവറപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഇൻഡെക്സ് ഫംഗ്ഷൻ, അതിലെ ആർഗ്യുമെൻറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വളരെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഫോമുലയിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് അറേയാണ്. അതായത് നമ്മുടെ വാല്യൂ ഏത് അറയിലാണ് കിടക്കുന്നത് ആ ഒരു റേഞ്ചാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ എംപ്ലോയി ID ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ലിസ്റ്റ് ഫുള്ള് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്കൊരു കോമ കൊടുക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് റോ നമ്പറാണ്. നമ്മുടെ വാല്യൂ ഏത് റോയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് 1 ടൈപ്പ് ചെയ്യുവാണ്. അതിനുശേഷം ഒരു കോമ കൊടുക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് കോളം നമ്പറാണ്. അതായത് നമ്മുടെ ഈ ഒരു ഡേറ്റ ലൊക്കേറ്റ് ചെയ്യുന്നത് എത്രാമത്തെ കോളം ആണ് എന്നാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിൽ ഞാൻ ഒരു കോളം മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് A1 ആണ് റിസൾട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ടേബിൾ അറയിലെ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ പൊസിഷനിലുള്ള വാല്യൂ ആണ് നമുക്കിവിടെ എടുത്ത് ലുക്കപ്പായിട്ട് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ആർഗ്യുമെൻ്റായ റോ നമ്പർ എഡിറ്റ് ചെയ്ത് നമുക്ക് 2 വാല്യൂ കൊടുത്ത് നോക്കാം. നമുക്കിപ്പോൾ A2 ആണ് വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിലെ രണ്ടാമത്തെ പൊസിഷനിലെ വാല്യൂ ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫോമുലയാണ് ഇൻഡെക്സ് ഫംഗ്ഷൻ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാച്ച് ഫംഗ്ഷനാണ്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു വാല്യൂ ലുക്കപ്പ് നമുക്ക് കൊടുക്കാം. മാച്ച് ഫംഗ്ഷനിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ നമുക്ക് ഈ A4 കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് അറേയാണ്. അത് മീൻ ചെയ്യുന്നത് ഈ ഒരു ലുക്കപ്പ് വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടേബിൾ അറേയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ID നമ്പറാണ് ലുക്കപ്പ് വാല്യൂ. ആ ഒരു റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് കോമ കൊടുക്കാം. നെക്സ്റ്റ് എക്സാക്റ്റ് മാച്ചാണ് ചോദിക്കുന്നത്. അതിനായിട്ട് നമുക്ക് എക്സാക്റ്റ് മാച്ചിന് വേണ്ടി 0 വാല്യൂ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമുക്കിവിടെ ഒരു 4 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ലുക്കപ്പ് വാല്യൂ ലൊക്കേറ്റ് ചെയ്യുന്നത് 4 എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് എന്നാണ് ഈ ഒരു മാച്ച് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലുക്കപ്പ് വാല്യൂ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. A6 എന്ന് പറയുന്ന ഒരു വാല്യൂ ലൊക്കേറ്റ് ചെയ്യുന്നത് ടേബിൾ അറയിലെ 6 എന്ന പൊസിഷനിലാണ്. അതായത് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ കണ്ടുപിടിക്കാൻ ഇൻഡെക്സ് ഫോമുല ഉപയോഗിക്കാം. ഈ രണ്ട് ഫോമുലകളുടെ പ്രാക്ടിക്കൽ യൂസേജാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് ID നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാക്കി ഡേറ്റ നമ്മൾ ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലുക്കപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ഫീൽഡ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. അതുപോലെ തന്നെ ID നമ്പർ കോളവും ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിതിൽ നിന്ന് നമുക്ക് ഒരു ID നമ്പർ സെലക്ട് ചെയ്തെടുക്കാം. ഈ ഒരു ടേബിൾ അറയിൽ നിന്ന് വർക്ക് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഫോമുല ഇൻഡെക്സ് ഫംഗ്ഷനാണ്. ഫോമുലയിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് അറേയാണ്. ഇത് മീൻ ചെയ്യുന്നത് നമ്മുടെ ലുക്കപ്പ് വാല്യൂ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫീൽഡാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വർക്ക് ലൊക്കേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ ഒരു ഫീൽഡിലാണ്. അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് നമുക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് റോ നമ്പറാണ്. ഈ റോ നമ്പർ ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് മാച്ച് ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാം. ഫോമുലയിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ആണ്. നമ്മളിവിടെ ലുക്കപ്പ് വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ID നമ്പറാണ്.
ID നമ്പർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഒരു കോമ എടുക്കുക. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് അറയാണ്. ഇത് മീൻ ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ലുക്കപ്പ് വാല്യൂ ഏത് റേഞ്ചിലാണ് കിടക്കുന്നതെന്നാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് എക്സാക്റ്റ് മാച്ചാണ്, അതിന് 0 കൊടുക്കുക, ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എഗെയിൻ ഒരു ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഫോമുല നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നോക്കുക, നമുക്ക് പ്രോജക്റ്റ് ബി എന്ന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. അതായത് A5 എന്ന ID നമ്പറിൻ്റെ പ്രൊജക്റ്റ് ലൊക്കേഷൻ പ്രൊജക്റ്റ് ബിയിലാണ് എന്നാണ് ഈ ഒരു ഫോമിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഈ ഒരു ID നമ്പർ ചേഞ്ച് ചെയ്ത് നോക്കാം. A4ൻ്റെയും പ്രൊജക്റ്റ് ലൊക്കേഷൻ പ്രൊജക്റ്റ് ബി തന്നെയാണ്. നെക്സ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി നോക്കാം. ഇപ്പോൾ നോക്കുക, പ്രൊജക്റ്റ് സി എന്നാണ് നമുക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇത് മീൻ ചെയ്യുന്നത് A7 എന്ന് പറയുന്ന ID നമ്പറിൻ്റെ പ്രൊജക്റ്റ് ലൊക്കേഷൻ പ്രൊജക്റ്റ് സി ആണ്. ഇതേ മെത്തേഡിലൂടെ തന്നെ നമുക്ക് എംപ്ലോയി നെയിമും കണ്ടെത്താം. അതിനായിട്ട് എഗെയിൻ നമുക്കൊരു ഇൻഡെക്സ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാം. ലുക്കപ്പ് അറേ നമുക്കറിയാം, എംപ്ലോയി നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ഫീൽഡാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡ് നമുക്ക് ഫുള്ളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കോമ കൊടുക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് റോ നമ്പറാണ്. ഇതിനായിട്ട് നമുക്ക് ഒരു മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ആണ്. നമുക്കറിയാം ലുക്കപ്പ് വാല്യൂ എംപ്ലോയി ID ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് അറയാണ്. എംപ്ലോയി ID കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ഫീൽഡാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് എംപ്ലോയി ID ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡ് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം കോമ കൊടുക്കുക. എക്സാക്റ്റ് മാച്ചിങ്ങിനായിട്ട് ഒരു 0 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എഗെയിൻ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നോക്കുക, നമുക്ക് ഫീൽഡ് എംപ്ലോയി നെയിം 7 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സാലറിയാണ്. നമുക്കിവിടെ നോക്കാം, പക്ഷേ ഇവിടെ ഒരു ഡിഫറൻ്റ് ഉണ്ട്. ഇതൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഫോമുല ചേഞ്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം. അതായത് നമ്മളിവിടെ നേരത്തെ കൊടുത്ത ഫോമുലയിൽ ചെറിയൊരു ഹെഡിങ്ങിൽ ചേഞ്ച് വരുത്തിയിരുന്നാലും ഇവിടെ ഒരു ചേഞ്ച് വരത്തില്ല. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഈ ഫോമുല ഉപയോഗിക്കാം നമുക്ക് നോക്കാം. ഫസ്റ്റ് ആർഗ്യുമെൻ്റായ ടേബിൾ അറേ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 വാല്യൂ ആണ് വരേണ്ടത്. അതായത് 2 ഓപ്ഷനാണ് ഇവിടെ നമുക്ക് വരുന്നത്. അതായത് സാലറി, ബോണസ് എന്ന് പറയുന്ന ഒരു 2 കോളത്തിലെ വാല്യൂ ആണ് വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ടും നമുക്ക് ഒരുമിച്ച് അങ്ങ് സെലക്ട് ചെയ്ത് നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം. അതിനുശേഷം റോ നമ്പറാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് മാച്ച് ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ നമ്മുടെ ID നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ലുക്കപ്പ് അറയാണ്. നമ്മുടെ ID നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ഫീൽഡ് നമുക്ക് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് എക്സാക്റ്റ് വാല്യൂവിനായിട്ട് നമുക്ക് 0 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം, നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് കോളം നമ്പറാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ ലുക്കപ്പ് റേഞ്ചായിട്ട് നമ്മൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 2 കോളമാണ്. അതായത് സാലറി കോളമാണ്, ബോണസ് കോളമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് എഗെയിൻ നമുക്കൊരു മാച്ച് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ടേബിൾ ഹെഡിങ്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കറിയാം സാലറി, ബോണസ് എന്ന് പറയുന്നൊരു ലുക്കപ്പ് വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മുടെ ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ലുക്കപ്പ് അറയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലെ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ആ 2 ഹെഡിങ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് കോമ കൊടുക്കാം. അതിനുശേഷം എക്സാക്റ്റ് വാല്യൂവിനായിട്ട് 0 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എഗെയിൻ നമുക്ക് ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഇൻഡെക്സ് ഫോമിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നോക്കുക, വാല്യൂ ആയിട്ട് നമുക്കൊരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. അത് A7 എന്ന് പറയുന്ന ഒരു ID നമ്പറിൻ്റെ സാലറിയാണ് നമുക്കിവിടെ ലുക്കപ്പ് ആക്കി കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് അതിനൊന്ന് ബോണസിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. നോക്കുക, ആ ഒരു ലുക്കപ്പ് വാല്യൂവിൻ്റെ ബോണസ് എന്ന് പറയുന്നത് 43 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. എങ്കിൽ നമുക്കിനി ഒരു എംപ്ലോയി ID നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. VLOOKUP ഫോമിൽ ഉപയോഗിക്കാൻ കഴിയാത്ത പല സിറ്റുവേഷൻസിലും പല ഡേറ്റ ടേബിളുകളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എഫക്റ്റീവ് ഫോമുലയാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ. ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.